മൈ ഡിയർ സ്റ്റുഡൻസ്, +2 ബോട്ടണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷൻ മുതൽ നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ഏരിയയാണ്. എക്കോളജി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളതിനി. എക്കോളജിയിൽ നിങ്ങൾക്ക് ബോട്ടണി പോർഷനിൽ 3 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, എക്കോസിസ്റ്റം, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഇങ്ങനെ 3 ചാപ്റ്റേഴ്സാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്റർ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളെ ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും. ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് എക്കോളജി. ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. വാട്ട് ഈസ് എക്കോളജി? എക്കോളജി സ്റ്റഡി അബൌട്ട് എക്കോസിസ്റ്റംസ്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കുറേ ടേംസ് ആണ് ആദ്യത്തെ ഇതിനകത്ത് വരുന്നത്. എക്കോസിസ്റ്റം ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും. എക്കോസിസ്റ്റം നേച്ചറിൻ്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആണ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ. എക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓർഗാനിസംസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു ആൻഡ് ഓൾസോ ഇൻട്രാക്ട് വിത്ത് ദെയർ എൻവയോൺമെൻറ്റ്, വിത്ത് ദെയർ സറൗണ്ടിങ്സ്. ഓർഗാനിസംസ് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു മാത്രമല്ല ഓർഗാനിസംസ് അവരുടെ സറൗണ്ടിങ്സിൽ കാണുന്ന അബയോട്ടിക് ഫാക്ടേഴ്സിനോടും ഇൻട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ളൊരു സ്റ്റേബിളായ ഒരു സിസ്റ്റമാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റംസ് ഉണ്ട്. നമുക്കറിയാം ഓഷ്യൻ, അതുപോലെ ഡെസേർട്ട്, ഫോറസ്റ്റ്, ഇങ്ങനെ നമ്മൾ കുറേ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എക്കോസിസ്റ്റത്തിന്. ദെൻ മാൻമെയ്ഡ് എക്കോസിസ്റ്റംസും ഉണ്ട്. ക്രോപ്പ് ഫീൽഡ്, അക്വേറിയം ഒക്കെ പോലുള്ള മാൻമെയ്ഡ് എക്കോസിസ്റ്റവും ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ളൊരു പാർട്ട് നോക്കാം. ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ലെവൽ ഓഫ് ഓർഗനൈസേഷനകത്ത് നമ്മൾ നേരത്തെ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കണ്ടിട്ട്, ഒരു ഓർഗാനിസത്തിൻ്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അതിങ്ങനെയായിരുന്നു. സെല്ല്, സെവറൽ സെൽസ് യുണൈറ്റ് ടു ഫോം ടിഷ്യൂ, ദെൻ സെവറൽ ടിഷ്യൂസ്, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം. ഇങ്ങനെ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് എക്കോസിസ്റ്റത്തിലെ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ഇപ്പോൾ ഓർഗാനിസം എന്നുള്ളതാണ് അവിടുത്തെ ഒരു ബേസിക് യൂണിറ്റ് വരുന്നത്. സെവറൽ ഓർഗാനിസംസ് കൂടി ചേർന്നാൽ ഒരു പോപ്പുലേഷൻ ഉണ്ടാവും. സെവറൽ പോപ്പുലേഷൻസ് കൂടി ചേർന്നാൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും, അല്ലേ? സെവറൽ കമ്മ്യൂണിറ്റീസ് ചേർന്നാൽ ഒരു എക്കോസിസ്റ്റം ഉണ്ടാവും, സ്റ്റേബിളായ ഒരു എക്കോസിസ്റ്റം ഉണ്ടാവും. സെവറൽ എക്കോസിസ്റ്റംസ് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ലാർജ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ബയോം എന്നുള്ള ടേമാണ് നമ്മൾ യൂസ് ചെയ്യുക. ബയോസ്ഫിയർ, ലാർജസ്റ്റ് എക്കോസിസ്റ്റം അങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ ബയോംസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബയോംസ് നിങ്ങൾക്ക് ആ പിക്ചറിനകത്ത് കാണാം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോകുന്നത് അബയോട്ടിക് ഫാക്ടറാണ്. അബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ എക്കോസിസ്റ്റം ഇൻക്ലൂഡ് ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ് ആൻഡ് സോയിൽ. ഒരു എക്കോസിസ്റ്റത്തിൽ 2 കമ്പോണൻസ് ആണുള്ളത്, ബയോട്ടിക് കമ്പോണൻസ് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്. അബയോട്ടിക് കമ്പോണൻസ് ഇൻക്ലൂഡ് ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ് ആൻഡ് സോയിൽ. നമുക്കറിയുന്നതാണ് ഒരു എക്കോസിസ്റ്റത്തിൽ ലൈറ്റ്, അതുപോലെ വാട്ടർ, സോയിൽ, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ജീവനില്ലാത്തതാണ്, അബയോട്ടിക് ആണ്. പക്ഷേ ദീസ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസസ് ദ ലൈഫ് ഓഫ് ഓർഗാനിസം. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ ലൈഫ്, അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ അബയോട്ടിക് ഫാക്ടേഴ്സ് കൂടിയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയ ഏരിയയിൽ അതിനോട് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഉണ്ടാവുക. അതുപോലെ ലൈറ്റിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിൽ, കൂടിയ സ്ഥലങ്ങളിൽ, അതിനനുസരിച്ചൊക്കെ ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും മാറ്റമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 4 പ്രധാനപ്പെട്ട അബയോട്ടിക് ഫാക്ടേഴ്സാണ്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ കണ്ടിട്ടില്ല, പക്ഷേ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എക്കോസിസ്റ്റത്തിനകത്ത് വരുന്ന അബയോട്ടിക് ഫാക്ടേഴ്സ്. അബയോട്ടിക് ഫാക്ടേഴ്സ് കാണിക്കുന്ന ഒരു പിക്ചറും കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അപ്പം ജസ്റ്റ് അത് ഒന്ന് ഓർത്ത് വെക്കുക, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ ഓരോ അബയോട്ടിക് ഫാക്ടറും എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ടെമ്പറേച്ചറാണ് നോക്കാനുള്ളത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആണ്. ടെമ്പറേച്ചർ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റത്തിൽ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഫോറസ്റ്റിലെ ടെമ്പറേച്ചർ ആവറേജ് ടെമ്പറേച്ചർ ആവില്ല, ഒരു ഡെസേർട്ടിൽ കാണുന്ന ടെമ്പറേച്ചർ, അങ്ങനെ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റത്തിൽ ഡിഫറെൻ്റ് ആണ്, ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ട്. ദെൻ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അബയോട്ടിക് ഫാക്ടറാണ്. ഓർഗാനിസത്തിൻ്റെ ലൈഫിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇറ്റ് ഇൻഫ്ലുവൻസസ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഓഫ് ഓർഗാനിസം. നമുക്കറിയാം നമ്മുടെയൊക്കെ ബോഡിയിലുള്ള എൻസൈംസ് അടക്കം എൻസൈമാറ്റിക് ഫങ്ഷൻ നടക്കണമെങ്കിൽ ഓപ്റ്റിമം ടെമ്പറേച്ചർ വേണം. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ഓർഗാനിസത്തിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ സം ഓർഗാനിസംസ് ക്യാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ.
ടെമ്പറേച്ചർ വേരിയേഷനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസിനെയാണ് യൂറിതെർമൽ ഓർഗാനിസംസ് എന്ന് പറയുക. യൂറിതെർമൽ ഓർഗാനിസംസ്. ഓക്കെ, സം ഓർഗാനിസംസ് ക്യാൻ ടോളറേറ്റ് വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതുപോലെ തന്നെ സം ഓർഗാനിസംസ് ക്യാൻ ടോളറേറ്റ് നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ വളരെ കുറച്ച് മാത്രം ഉണ്ടായി മാത്രമേ അത് സഫർ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് സ്റ്റീനോതെർമൽ ഓർഗാനിസംസ് എന്ന് പറയുക. ആ ടേംസ് രണ്ടൊന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ അബയോട്ടിക് ഫാക്ടർ വാട്ടർ. വാട്ടർ എസെൻഷ്യലായ ഒരു എലമെൻ്റാണ്, എസെൻഷ്യലായ ഒരു അബയോട്ടിക് കമ്പോണൻ്റ് ആണ്. നമുക്കറിയാം ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് തന്നെ വാട്ടറിനകത്താണ്. വാട്ടർ ഇല്ലാതെ ലൈഫിന് എക്സിസ്റ്റൻസ് ഇല്ല. ഇങ്ങനെയുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ എസെൻഷ്യൽ ഫോർ ലൈഫ് ആക്ടിവിറ്റീസ്, ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ വാട്ടർ. മാത്രമല്ല പ്ലാന്റ്സിന് വാട്ടർ എസെൻഷ്യലാണ് അല്ലേ? പ്ലാന്റ്സിന് എസെൻഷ്യലാണ്, ആനിമൽസിനും എസെൻഷ്യലാണ്. പ്ലാന്റിൻ്റെ പ്രൊഡക്ടിവിറ്റി അതുപോലെ പ്ലാന്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ വാട്ടറിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് ഇരിക്കുക. അപ്പോൾ ഡെസേർട്ടിൽ പ്ലാന്റ്സ് വളരെ കുറവാണ്. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ മാത്രമല്ല അവിടെയുള്ള വാട്ടറിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്ലാന്റ്സ് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ വാട്ടറിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് പ്ലാന്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാറും. അതുപോലെ പ്ലാന്റിൻ്റെ പ്രൊഡക്ടിവിറ്റി മാറും. വാട്ടർ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റ്സ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും. Then distribution of aquatic organisms based on character of water like pH, salinity, etc. ഒരു വാട്ടറിൻ്റെ pH, വാട്ടറിൻ്റെ സലൈനിറ്റി, സാൾട്ടിൻ്റെ കോൺസെൻട്രേഷനെയാണ് എന്ത് പറയുക? സലൈനിറ്റി എന്ന് പറയുക. ഈ സലൈനിറ്റിയൊക്കെ അനുസരിച്ച് pHനനുസരിച്ചൊക്കെ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും മാറ്റമുണ്ടാവും. Okay, some organisms can tolerate wide range of salinity. It's called uri-haline organisms. Some organisms can tolerate narrow range of salinity called steno-haline organisms. അപ്പോൾ ടെമ്പറേച്ചർ പറഞ്ഞ പോലെ തന്നെയാണ് ആ ടേമിന് തെർമൽ എന്നുള്ളിടത്ത് ഹാലൈൻ എന്ന് വന്നെന്നുള്ളൂ. അപ്പോൾ സലൈനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സാൾട്ട് കോൺസെൻട്രേഷനാണ്. ദെൻ സലൈനിറ്റി, ഇൻലാൻഡ് വാട്ടറിൻ്റെ സലൈനിറ്റി ലെസ് ദാൻ 5%, ഓഷ്യൻ്റെത് 30 to 35%, അതുപോലെ സൂപ്പർ ഹാലൈൻ ലഗൂൺസിൻ്റെത് 100%ആണ് സലൈനിറ്റി. അതിനനുസരിച്ചൊക്കെ ഓർഗാനിസത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലും മാറ്റം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് അബയോട്ടിക് ഫാക്ടർ ഈസ് ലൈറ്റ്. ലൈറ്റ് നമുക്കറിയാം പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അസിമിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോസസ്സാണ് എർത്തിൽ നടക്കുന്ന. അതായത് പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു ബാക്കിയുള്ള ഓർഗാനിസംസിനൊക്കെ വേണ്ടി. അതുപോലെ തന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഫോട്ടോസിന്തസിലൂടെയാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ലൈറ്റ് എസെൻഷ്യലാണ്. നമുക്കറിയാം ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യാണ് പ്ലാന്റ്സ് ചെയ്യുന്നത്. അതുപോലെ ആനിമൽസിന് ലൈറ്റ് എസെൻഷ്യലാണ് വിഷന് വേണ്ടിയിട്ട്. ദെൻ പ്ലാന്റ്സ് തന്നെ പ്ലാന്റ്സിൽ തന്നെ പറയുകയാണെങ്കിൽ ലൈറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദിയർ ഫ്ലവറിങ്ങിന് ലൈറ്റ് എസെൻഷ്യലാണ്. അവരുടെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച്, ലൈറ്റിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ മാറ്റം വരും. അതുപോലെ ആനിമൽസിൻ്റെ പീരിയഡ് ഓഫ് ആക്ടിവിറ്റിയിൽ മാറ്റം വരും. ചില ആനിമൽസ് ലൈറ്റ് ഉള്ള സമയത്താണ് ആക്റ്റീവ് ആവുക. അങ്ങനെയുള്ള ആനിമൽസിനെ ഡയേണൽ പീരിയോഡിസിറ്റി എന്ന് പറയും, ഡയേണൽ ആനിമൽസ് എന്ന് പറയും. രാത്രി ആക്റ്റീവ് ആവുന്നവരെ നൊക്ടേണൽ പീരിയോഡിസിറ്റി കാണിക്കുന്ന ആനിമൽസ് ആണെന്ന് പറയും. ഈവനിങ്ങിലുള്ളവരെ വെസ്പോറൽ പീരിയോഡിസിറ്റി ആണെന്നും മോർണിംഗിൽ ആക്റ്റീവ് ആവുന്നവരെ ഓറോറൽ പീരിയോഡിസിറ്റി ആണെന്നും പറയും. അങ്ങനെ ലൈറ്റിനനുസരിച്ച് പീരിയോഡിസിറ്റിയിലും മാറ്റമുണ്ട്. നെക്സ്റ്റ് അബയോട്ടിക് ഫാക്ടർ സോയിലാണ്. സോയിൽ നമുക്കറിയാം എർത്തിൻ്റെ ടോപ്പ് പോർഷനാണ്. അത് ഫോം ചെയ്യുന്നത് വെതറിങ് പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ നേച്ചർ ആൻഡ് പ്രോപ്പർട്ടി ഓഫ് സോയിൽ ഡിഫറെൻറ്റ് പ്ലേസ്. എല്ലാ ഭാഗത്തും സോയിൽ ഒരുപോലെയല്ല, പല ടൈപ്പ് സോയിൽസൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ സോയിലിൻ്റെ കോമ്പോസിഷൻ, ഗ്രെയിൻ സൈസ്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, വാട്ടർ പെർക്കുലേറ്റിംഗ് കപ്പാസിറ്റി, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ മിനറൽ കണ്ടൻറ്റ്, ന്യൂട്രിയൻ കണ്ടൻറ്റ്, ഇതിനൊക്കെ അനുസരിച്ച് അവിടെയുള്ള വെജിറ്റേഷന് മാറ്റം ഉണ്ടാവും. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സിനും അതിനനുസരിച്ച് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ആനിമൽസിനും മാറ്റം ഉണ്ടാവും. അപ്പോൾ സോയിൽ പ്രധാനപ്പെട്ടൊരു അബയോട്ടിക് ഫാക്ടറാണ്. ദെൻ നെക്സ്റ്റ് ഏരിയ, ഹൗ ഓർഗാനിസംസ് റെസ്പോണ്ട് ടു ദീസ് അബയോട്ടിക് ഫാക്ടേഴ്സ്. അബയോട്ടിക് ഫാക്ടേഴ്സിലുള്ള ചേഞ്ചസിനോട് എങ്ങനെ ഓർഗാനിസംസ് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സം ഓർഗാനിസംസ് ക്യാൻ മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അണ്ടർ വേരിയിങ് എക്സ്റ്റേണൽ കണ്ടീഷൻ.
ദിസ് എബിലിറ്റി ഈസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ്. നോക്കൂ, ചില ഓർഗാനിസത്തിന് പുറത്തെ എൻവയോൺമെൻറ്റിൽ എത്ര ചേഞ്ചസ് വന്നാലും, ടെമ്പറേച്ചർ ചേഞ്ചോ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ചേഞ്ചോ അങ്ങനെ എന്ത് ചേഞ്ച് വന്നാലും അതിനനുസരിച്ച് ഇൻറ്റേർണൽ കണ്ടീഷൻ കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസംസ് ഉണ്ട്. ആ കഴിവിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയാം. അങ്ങനെ ഇതിനനുസരിച്ച് റെസ്പോൺസിനനുസരിച്ച് 3 തരം ഓർഗാനിസംസ് ആണുള്ളത്. റെഗുലേറ്റേഴ്സ്, കൺഫേമേഴ്സ്, പാർഷ്യൽ റെഗുലേറ്റേഴ്സ്. നോക്കൂ, ആ ഗ്രാഫ് നിങ്ങൾ NCERT-ലുള്ള ഗ്രാഫാണ്. ഇതിനകത്ത് 3 ടൈപ്പ് ഓർഗാനിസംസും ലാബിൽ ചെയ്തിട്ടുണ്ട്. ആ റെഡ് ലൈൻ കാണിക്കുന്ന റെഗുലേറ്റേഴ്സാണ്. XY ആക്സിസിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്താലും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയി തന്നെ നിലനിൽക്കുന്ന ഓർഗാനിസംസിനെയാണ് റെഗുലേറ്റേഴ്സ് എന്ന് പറയുക. അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് എബിലിറ്റി ഉള്ള ഓർഗാനിസംസ് ആണ് റെഗുലേറ്റേഴ്സ്. ഓക്കെ, കൺഫേമേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ചേഞ്ച് ചെയ്യും. പുറത്ത് ടെമ്പറേച്ചർ കൂടിയാൽ അവരുടെ ബോഡി ടെമ്പറേച്ചറും കൂടും. അങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് കൺഫേമേഴ്സ് എന്ന് പറയുക. അവർക്ക് ഹോമിയോസ്റ്റാസിസ് എബിലിറ്റി ഇല്ല. ദെൻ പാർഷ്യൽ റെഗുലേറ്റേഴ്സ് ആദ്യം കൺഫേമേഴ്സ് ചെയ്യുന്ന പോലെ പിന്നെ അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോഡി എൻവയോൺമെൻറ്റ്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് പാർഷ്യൽ റെഗുലേറ്റേഴ്സ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നിങ്ങളെ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ഒരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം, പഠിക്കണം. അഡാപ്റ്റേഷൻസ് എന്നുള്ള ഒരു ഏരിയയാണ്. ഹൗ ദീസ് ഓർഗാനിസംസ് റിയാക്ട് ടു ദെയർ എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ ഈ എൻവയോൺമെൻറ്റിനനുസരിച്ച് ഓർഗാനിസത്തിനകത്ത് വരുന്ന അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് അടക്കമാണ് പറയുന്നത്. ദെൻ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? How we can define adaptation? Any morphological, physiological or behavioral attribute of an organism which enable the organism to survive in its habitat. ഓക്കെ, ആ ഓർഗാനിസത്തിന് ആ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏത് ക്യാരക്ടറും ആവാം. അത് മോർഫോളജിക്കൽ ആവാം, ഫിസിയോളജിക്കൽ ആവാം, അല്ലെങ്കിൽ ബിഹേവിയറൽ ആവാം. ക്യാരക്ടേഴ്സിനെയാണ് എന്ത് പറയുക? അഡാപ്റ്റേഷൻസ് എന്ന് പറയാം. ഈ അഡാപ്റ്റേഷൻസ് ഗ്രാജുവലി ഇവോൾവ് ചെയ്തതായിരിക്കും. ആ ഒരു എൻവയോൺമെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്ത് അതിനോട് ഇങ്ങനെ കോപ്പപ്പ് ചെയ്ത് വന്ന് വർഷങ്ങളെടുത്ത് ആ ഓർഗാനിസം ഗ്രാജുവലി ഇവോൾവ് ചെയ്ത് വന്നതായിരിക്കും. അങ്ങനെയുള്ള ഇവോൾവ് എബിലിറ്റീസ് ആവാം, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ആവാം. അത് ജനറ്റിക്കലായിട്ട് നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് അഡാപ്റ്റേഷൻസിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ആണ്, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ, കെങ്കാരു റാറ്റ് ഇൻ നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിലാണ്. അപ്പോൾ അവിടെ ഹൈ ടെമ്പറേച്ചർ ആണല്ലോ അല്ലേ. കെങ്കാരു റാറ്റിൻ്റെ അഡാപ്റ്റേഷൻസ് ആണ്. ദേ ആർ കേപ്പബിൾ ഓഫ് മീറ്റിംഗ് ഇറ്റ്സ് വാട്ടർ റിക്വയർമെൻറ്റ് ത്രൂ ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡൈസേഷൻ. വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിലൊരു ഫാറ്റ് ഓക്സിഡൈസേഷൻ പ്രോസസ്സ് നടക്കും. അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് ബോഡിയിൽ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ വാട്ടർ റിക്വയർമെൻറ്റ് അവർ മീറ്റ് ചെയ്യുന്നത് ഫാറ്റ് ഓക്സിഡേഷനിലൂടെയാണ്. ബൈ പ്രോഡക്റ്റായിട്ട് എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. അതുപോലെ തന്നെ ദേ പ്രൊഡ്യൂസ് നിയർലി കോൺസെൻട്രേറ്റഡ് യൂറിൻ, സോളിഡ് യൂറിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഡെസേർട്ടിൽ കാണുന്ന ഡിഫറെൻറ്റ് ഓർഗാനിസംസിന് ഡിഫറെൻറ്റ് അഡാപ്റ്റേഷൻസ് കാണാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെസേർട്ടിൽ കാണുന്ന പ്ലാന്റ്സ്, ആനിമൽസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പ്ലാന്റ്സ് സീറോഫൈറ്റ്സ് എന്ന് പറയും. സീറോഫൈറ്റ്സ് അല്ലെങ്കിൽ ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻസ് ആണ്. ഒന്ന്, പ്രസൻസ് ഓഫ് തിക്ക് ക്യൂട്ടിക്കിൾ ഓൺ ലീഫ് സർഫസ്. ഓക്കെ, അത് ലീഫിൻ്റെ സർഫസിൽ തിക്ക് ക്യൂട്ടിക്കിൾ കാണാം. സങ്കൺ സ്റ്റൊമാറ്റ, എക്സ്പോസ് ചെയ്ത സ്റ്റൊമാറ്റ ഇല്ല, ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്ന ടിഷ്യൂവിൻ്റെ ഉള്ളിലേക്ക് സങ്കൺ ചെയ്ത സ്റ്റൊമാറ്റയാണ് കാണുക. ദെൻ സ്പെഷ്യൽ ഫോട്ടോസിന്തറ്റിക് പാത്വേ ഉണ്ട്. CAM പാത്വേ അല്ലെങ്കിൽ ക്രാസുലേനിയൻ ആസിഡ് മെറ്റബോളിസം എന്ന് പറയും. അതുപോലെ സ്റ്റൊമാറ്റ റിമെയിൻ ക്ലോസ്ഡ് ഡ്യൂറിങ് ഡേ ടൈം. ഈ ഒരു പാത്വേ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ സ്റ്റൊമാറ്റ ഡേ ടൈമിൽ ക്ലോസ് ചെയ്യാണ് ചെയ്യുക, രാത്രിയാണ് ഓപ്പൺ ആവുക. നെക്സ്റ്റ്, ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ് ഓർ നീഡിൽസ്. ലീഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൂടെ ഒരു തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ടാവും. പക്ഷേ മിക്ക പ്ലാന്റ്സിലും ലീവ്സ് ഇല്ല, ദേ ആർ മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ് ഓർ നീഡിൽസ്. അതുപോലെ തന്നെ മൾട്ടി ലെയേർഡ് എപ്പിഡെർമിസ് കാണാം. ഇതെല്ലാം, ഈ അഡാപ്റ്റേഷൻസ് എല്ലാം ടു റെഡ്യൂസ് വാട്ടർ ലോസ് ഓർ ടു റെഡ്യൂസ് ട്രാൻസ്പിരേഷൻ, ടു പ്രിവെൻറ്റ് ട്രാൻസ്പിരേഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ, മാമൽസ് ഇൻ കോൾഡർ ക്ലൈമറ്റ്.
കോൾഡർ ക്ലൈമറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മാമൽസിൻ്റെ അഡാപ്റ്റേഷൻസ് ആണ്. ദേ ജനറലി ഹാവ് എ ഷോർട്ടർ ഇയർ പിന്ന. നോക്കൂ, ഇയർ പിന്ന നമ്മളുടെ ബോഡി ഹീറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് ഇയർ പിന്ന. അപ്പോൾ കോൾഡർ ക്ലൈമാറ്റിലുള്ള ഓർഗാനിസംസിനൊക്കെ ഷോർട്ടർ ഇയർ പിൻ ഉണ്ടാവും, അതുപോലെ ഷോർട്ടർ ലിംസും ആണ് ഉണ്ടാവുക ടു മിനിമൈസ് വാട്ടർ ലോസ്. ഇതൊരു റൂളാണ്, അലൻസ് റൂൾ എന്ന് പറയും. ഇപ്പോൾ ഒരു ഫോക്സ് എടുത്തിട്ട് ആർട്ടിക് ഫോക്സ്, മീസിക് ഫോക്സ്, ഡെസേർട്ട് ഫോക്സ്, ഈ 3 ഫോക്സിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക് ഫോക്സിൻ്റെ ഇയർ പിന്നെ വളരെ ചെറുതായിരിക്കും. മീസിക് ഫോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ നോർമൽ ക്ലൈമറ്റിലുള്ള, നോർമൽ ടെമ്പറേച്ചറിലുള്ള ഫോക്സിന് നോർമൽ ഇയർ പിൻ ഉണ്ടാവും. അതുപോലെ ഡെസേർട്ട് ഫോക്സിൽ ലാർജ് ഇയർ പിൻ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ആണ് അലൻസ് റൂൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് ആ ടേം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് അലൻസ് റൂള് ഇതിനകത്ത് കാണാം, ഈ ഒരു പിക്ചറിനകത്ത് അലൻസ് റൂള് കാണാം വിത്ത് എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാനുള്ളത് ഇൻ പോളാർ സീസ് അക്വാറ്റിക് മാമൽസ് ലൈക്ക് സീൽ, അതായത് പോളാർ സീൽ വളരെ തണുത്ത ഏരിയയാണ്, അവിടെ കാണുന്ന അക്വാറ്റിക് മാമൽസിൽ എക്സാമ്പിളാണ് സീലിൻ്റെയൊക്കെ ബോഡിയിൽ അവരുടെ സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് തെർമോ റെഗുലേഷന് വേണ്ടിയിട്ട് ഒരു തിക്ക് ലെയർ ഓഫ് ഫാറ്റ് കാണാം. അതായത് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനാണ്. ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു തിക്ക് ലെയർ ഓഫ് ഫാറ്റ് കാണാം. ഈ ഫാറ്റിൻ്റെ ലെയറിനെയാണ് ബ്ലബ്ബർ എന്ന് പറയുക, ബ്ലബ്ബർ. ഓക്കെ, അപ്പോൾ പോളാർ സീയിൽ കാണുന്ന മാമൽസിൽ അവരുടെ സ്കിന്നിന് താഴെ ഒരു ഫാറ്റിൻ്റെ ഒരു തിക്ക് ലെയർ ഡെപ്പോസിഷൻ കാണാൻ പറ്റും. ഇതിനെയാണ് ബ്ലബ്ബർ എന്ന് പറയുക, ടു റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് ആണ്. ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 3500 മീറ്റേഴ്സ് ആണ്. നമ്മൾ ഇപ്പം മണാലി ഏരിയകളിലൊക്കെ, അതായത് ഹിമാലയൻ ടോപ്സിലൊക്കെയാണ്, അവിടെ ട്രക്കിങ്ങിനൊക്കെ പോകുന്നവർക്ക് നമുക്കൊരു ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഫീൽ ചെയ്യും. അത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഒരു ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംറ്റംസ് ആണ് നോസിയ, ഹാർട്ട് പാൽപിറ്റേഷൻ, അതുപോലെ ഫാറ്റിക് ഒക്കെ. ഓക്കെ, അപ്പോൾ അത് അത്രയും ഹൈറ്റിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സെൽസിന് ഇനഫ് ഓക്സിജൻ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ആ ഒരു ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ആൾട്ടിറ്റ്യൂഡ് സിക്നെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവിടെ സ്ഥിരമായിട്ട് ഇൻഹാബിറ്റ് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സിൽ ചില ചേഞ്ചസ്, ഫിസിയോളജിക്കൽ ചേഞ്ചസ് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് എ പേഴ്സൺ എക്സ്പീരിയൻസ് സം സോർട്ട് ഓഫ് സിക്നെസ് കോൾഡ് ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ്. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതിനുള്ള റീസൺ പറഞ്ഞു. ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഓക്സിജൻ്റെ അവൈലബിലിറ്റി കുറയുന്നതാണ് അതിനുള്ള റീസൺ. ഇനി അവിടെ സ്ഥിരമായിട്ട് ഇൻഹാബിറ്റ് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സിൽ, പേഴ്സൺസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നോക്കാം. എ പേഴ്സൺ ഹു ഇൻഹാബിറ്റിംഗ് in that area gradually adapt to that area to stop the altitude sickness ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ ബോഡിയിൽ വരുന്ന ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻക്രീസ് RBC പ്രൊഡക്ഷൻ, ബോഡിയിൽ RBCയുടെ കൗണ്ട് കൂടും. അതുപോലെ ഡിക്രീസ് ബൈൻഡിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ്റെ ബൈൻഡിങ് അഫിനിറ്റി കുറയും. അതുപോലെ ഇൻക്രീസിങ് ഹാർട്ട് ബ്രീത്തിങ് റേറ്റ് കിതപ്പ് പോലെ ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയുള്ള കുറേ ഫിസിയോളജിക്കലായിട്ടുള്ള അഡാപ്റ്റേഷൻസ് അവർക്ക് അക്വയർ ചെയ്യും. ഓക്കെ, അപ്പം നമ്മളെ ബോഡിയിലെ അതായത് ബോഡി ഫ്ലൂയിഡിലെ RBC കൗണ്ടും, അപ്പോൾ ഹിമാലയൻ റേഞ്ചിലൊക്കെ ഇൻഹാബിറ്റ് ചെയ്യുന്ന ട്രൈബൽ പീപ്പിൾസിൻ്റെയൊക്കെ RBC കൗണ്ടും നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വേരിയേഷൻ കാണാൻ പറ്റും. ഹിമാലയൻ റേഞ്ചിൽ കാണുന്ന ട്രൈബൽ പീപ്പിൾസിന് RBC കൗണ്ട് കൂടുതലായിരിക്കും, RBC പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ആ ഒരു സിറ്റുവേഷനോട് ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസിലൂടെ അവരവിടെ കോപ്പപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ അഡാപ്റ്റേഷനും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മൈക്രോ ഓർഗാനിസം. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കേട്ടിട്ടുള്ളതാണ് ആർക്കിബാക്ടീരിയ നോർമലി ലിവിങ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്, ഹൈ ടെമ്പറേച്ചറിലാണ് കാണുന്നത്, മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവരുടെ ബോഡിയിലുള്ള എൻസൈംസിൻ്റെ പെക്യുലിയാരിറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു എൻസൈം വർക്ക് ചെയ്യണമെങ്കിൽ എൻസൈംസ് തെർമോ ലബൈലാണ് അധികം എൻസൈംസും.
പക്ഷേ അതിനൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എൻസൈം കൊയാഗുലേറ്റ് ചെയ്യും, എൻസൈം ഡീനേച്ചർ ചെയ്യും. പക്ഷേ ഇൻ ആർക്കി ബാക്ടീരിയ their body consists of some sort of enzymes which are thermostable. ഹൈ ടെമ്പറേച്ചറിലും ആ എൻസൈമിന് എന്ത് ചെയ്യാൻ പറ്റും, ഫങ്ഷൻ ചെയ്യാൻ പറ്റും. തെർമോസ്റ്റേബിൾ എൻസൈംസ് ആണ്. തെർമസ് എക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ കാണുന്ന ടാക്ക് പോളിമറൈസ് എന്നുള്ള എൻസൈം നിങ്ങൾക്ക് ബയോടെക്നോളജിയിലൊക്കെ നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ അന്റാർട്ടിക് റീജിയനിൽ കാണുന്ന അന്റാർട്ടിക് വാട്ടേഴ്സിൽ കാണുന്ന അക്വാട്ടിക് ആനിമൽസിൻ്റെ ബോഡിയിലെ ബോഡി ഫ്ലൂയിഡ് ഫ്രീസ് ആവാതിരിക്കാൻ വേണ്ടി, അത്രയും ഫ്രീസിങ് കണ്ടീഷനാണ്. അപ്പോൾ ബോഡി ഫ്ലൂയിഡ് ഫ്രീസ് ആവാതിരിക്കാൻ വേണ്ടി അവരുടെ ബോഡി ഫ്ലൂയിഡ്സിനകത്ത് എക്സ്ട്രാ സൊല്യൂട്ട്സ് അക്യുമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ദേ ക്യാൻ പ്രൊഡ്യൂസ് ആൻറ്റി ഫ്രീസിങ് പ്രോട്ടീൻസ്. അങ്ങനെ ബോഡി ഫ്ലൂയിഡിനകത്ത് ആൻറ്റി ഫ്രീസിങ് പ്രോട്ടീൻസും എക്സ്ട്രാ സൊല്യൂട്ട്സും അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ബോഡി ഫ്ലൂയിഡ് എന്ത് ചെയ്യില്ല, ഫ്രീസ് ചെയ്യില്ല. അതൊരു അഡാപ്റ്റേഷനാണ്. അത്രയും കോൾഡർ ക്ലൈമറ്റിൽ കാണുന്ന ആനിമൽസിൻ്റെ ബോഡിയിൽ കാണുന്ന അഡാപ്റ്റേഷനാണ്. അതും ഒരു ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒരു ബിഹേവിയറൽ അഡാപ്റ്റേഷനാണ്. അത് എക്സാമ്പിൾ ഡെസേർട്ട് ലിസാർഡിൻ്റെ കേസിൽ ഡെസേർട്ട് ലിസാർഡ് ഷോ ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് ടു ഡീൽ വിത്ത് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ രണ്ട് രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. ഒന്ന്, ദേ ബാസ്ക് ഇൻ സൺ ടു അബ്സോർബ് ഹീറ്റ്. എപ്പോഴാണ് അവരുടെ ബോഡി ടെമ്പറേച്ചർ കംഫേർട്ട് സോണിൽ നിന്നും താഴെ വരുമ്പോൾ, ബോഡി ടെമ്പറേച്ചർ ഡ്രോപ്സ് ബിലോ കംഫേർട്ട് സോൺ, ദേ ബാസ്ക് ഇൻ സൺ ആൻഡ് അബ്സോർബ് ഹീറ്റ്. ദെൻ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദേ മൂവ് ടു ഷെയ്ഡ് ഓർ ബറോയിലേക്ക് അല്ലെങ്കിൽ ഷെയ്ഡിലേക്ക് മൂവ് ചെയ്യും ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചും ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചും അതിനനുസരിച്ചുള്ള ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് അത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഡെസേർട്ട് ലിസാർഡിൻ്റെ പിക്ചറാണിത്. അതുപോലെ വേറെ കുറച്ച് അഡാപ്റ്റേഷൻസാണ് ഹൈബർനേഷനും ഈസ്റ്റിവേഷനും ഒക്കെ. വളരെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അഡാപ്റ്റേഷനിൽ. അപ്പോൾ ഹൈബർനേഷൻ, ഈസ്റ്റിവേഷൻ, അതുപോലെ കുറേ അധികം അഡാപ്റ്റേഷൻസ് ഇനിയും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്താണ് സമ്മർ സ്ലീപ്പ്, എന്താണ് വിൻ്റർ സ്ലീപ്പ് എന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഫോക്കസ് പോയിൻ്റാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. നോട്ട്സൊക്കെ എഴുതി കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോവുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻ നോക്കാം. ഓക്കെ, താങ്ക് യു.